ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. ഓം കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ശ്രീമന് നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുപ്രഭാതം, ശുഭദിനം നേരുന്നു. നമ്മൾ 5-ാം അധ്യായം ഓരോ വാക്കുകളെടുത്ത്, ഓരോ വരികളെടുത്ത്, ഓരോ ശ്ലോകങ്ങളെടുത്ത് പഠിച്ച് എല്ലാം ബൈഹാർട്ട് ചെയ്തു. ഇന്ന് ആ പഠിച്ച കാര്യം ഭഗവാനിലേക്ക് സമർപ്പിക്കുകയാണ്. സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ വിളക്ക് കത്തിച്ച് വെച്ച് അത് വായിച്ചതിന് ശേഷം കർപ്പൂരം ഒഴിഞ്ഞ് സമർപ്പിക്കുക. സമയവും സൗകര്യവും പോലെ നന്നായി പഠിച്ചതിന് ശേഷം തെറ്റില്ലാതെ വായിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുക. അപ്പം മുഴുവനും ശ്ലോകം മുഴുവൻ വായിച്ച് 10 ശ്ലോകങ്ങളും വായിച്ച് ടോട്ടൽ അതിൻ്റെ അർത്ഥം മുഴുവനും ഒന്നും കൂടി പറഞ്ഞു തരും. എന്നിട്ട് അതാണ് ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സുസ്വാഗതം. നല്ലൊരു ദിവസത്തെ നേർന്നുകൊണ്ട് തുടങ്ങാം. അഥ ശ്രീമന് നാരായണീയെ ദശകം 5 വിരാട് പുരുഷോൽപത്തി. ഓം ഹരി ശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. വ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാകൃത പ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധവികൃതൗ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തദാമൃതം ച സമഭൂത് നാന്നോ നരാത്രേ സ്ഥിതിഃ തത്രൈകസ്ത്വമശിഷ്യഥാ കില പരാനന്ദപ്രകാശാത്മനാ കാലകർമ്മഗുണാശ്ച ജീവനിവഹാക വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തഥാ നിർലീനതാമായയോഃ തേഷാം നൈവ വദന്തി അസത്വമയി ഭോഃ തേഷാം നൈവ വദന്തി അസത്വമയി ഭോഃ ശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസൂനസദൃശാം ഭൂയോ ഭവേത് സംഭവഃ ഏവം ചദ്വിപരാർത്ഥകാലവിഗതൗ വീക്ഷാം സുസുക്ഷാത്മികാം വിപ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം മായാദ ഖലു കാലശക്തിരഖിലാ ദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദധുഃ തസ്യാ സഹായക്രിയാം മായാസന്നിഹിതോ അപ്രവിഷ്ടവപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ ഭേദൈസ്താം പ്രതിബിംബതോ വിവിശിവാൻ ജീവോപി നൈവാപരഃ കാലാദിപ്രതിബോധിതാ ഭവതാ സഞ്ജോദിതാ ച സ്വയം മായാ സാ ഖലു ബുദ്ധിതത്വമസൃജദ്യോസൗ മഹാനുച്യത്തെ തത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാനഃ സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപമഹമിത്യുത്ബോധനിഷ്പാദകഃ ചക്രേസ്മിൻ സവികൽപബോധകമഹം തത്വം മഹാൻ ഖല്വസൗ സമ്പുഷ്ടം ത്രിഗുണൈസ്തമോദിബഹുലം വിഷ്ണോ ഭവത്പ്രേരണാത് സോഹം ച ത്രിഗുണക്രമാ ത്രിവിധതാമാസാദ്യവൈകാരികോ ഭൂയസ്തൈജസതാമസൗ ഇതി ഭവന്നാദ്യേന സത്വാത്മനാ ദേവാനിന്ദ്രിയമാനിനോ കൃതദിശാവാദാർക്കവാശ്വശ്വിനോ
വന്നീന്ദ്രാച്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്രശാരീരകാൻ ഭൂമൻ മാനസബുദ്ധ്യഹങ്കൃതിമിളച്ചിത്താഖ്യവൃത്യന്വിതം തച്ചാന്തകരണം വിഭോ തവ ബലാത് സത്വാംശയേവാസൃജത് ജാതസ്തൈജസതോ ദശേന്ദ്രിയഗണഃ തത്താമസാംശാൽ പുനഃ തന്മാത്രം നഭസോ മരുത്പുരപതേ ശബ്ദോ ജനിത്വദ്ബലാത് ശബ്ദാദ്യോമ തതഃ സസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാത് രൂപമതോ മഹോധചരസം തോയം ച ഗന്ധം മഹീം ഏവം മാധവ പൂർവപൂർവകലനാദാദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയം താമസാത് ഏതേ ഭൂതഗണാസ്തതേന്ദ്രിയഗണാഃ ദേവാശ്ച ജാതാ പൃഥക് നോശേ കുർഭുവനാണ്ഡനിർമ്മിതി വിധൗ ദേവൈരമീഭിസ്തദാ ത്വം നാനാവിധസൂക്തിഭിർനുതഗുണതത്വാന്യമൂന്യാ വിശൻ ചേഷ്ടാശക്തിമുദീര്യ താനി ഘടയൻ ഹൈരണ്യമണ്ഡം വ്യഥാഹ അണ്ഡം തൽഖലു പൂർവസൃഷ്ടസലിലേ തിഷ്ടത്സഹസ്രം സമാഹ നിർഭിന്ദന്നകൃതാശ്ചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം സാഹസ്രൈകരപാദമൂർധനിവഹൈ നിശേഷജീവാത്മകോ നിർഭാദോസി മരുൽപുരാധിപസമാന്ത്രായസ്വസർവാമയാത് അണ്ഡം തൽഖലു പൂർവസൃഷ്ടസലിലേ തിഷ്ടസഹസ്രം സമാഹ നിർഭിന്ദന്നകൃതാശ്ചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം സാഹസ്രൈകരപാദമൂർധനിവഹൈ നിശേഷജീവാത്മകോ നിർഭാദോസി മരുത്പുരാധിപസമാം ത്രായസ്വ സർവാമയാത് നിർഭാദോസി മരുത്പുരാധിപസമാം ത്രായസ്വ സർവാമയാത് നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണ 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 നാരായണ. ഇതായിരുന്നു നമ്മളുടെ ശ്ലോകങ്ങൾ. ഇനി ടോട്ടൽ അർത്ഥം, ആദ്യം മുതലുള്ള അർത്ഥം, അതിൻ്റെ ഓരോ ശ്ലോകത്തിൻ്റെയും ശ്ലോകം പറയുന്നില്ല, ടോട്ടൽ അർത്ഥം ഒന്ന് പറഞ്ഞു പോവാം. പണ്ട് ബ്രഹ്മപ്രളയകാലത്ത് സത്വരജസ്തമസ്സുകളുടെ സാമ്യാവസ്ഥയാൽ നിർവികാരയായിരുന്ന മായ അങ്ങയിൽ ലയിച്ചിരുന്ന, ഇത് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങെന്നൊക്കെ പറഞ്ഞാൽ അത് ഭഗവാനാണെന്ന് നമ്മൾ ഇത് ചെയ്തോണം. അപ്പം മായ ഭഗവാനിൽ ലയിച്ചിരുന്ന ആ അവസരത്തിൽ സ്ഥൂല സൂക്ഷ്മ രൂപമായിരിക്കുന്ന ഈ പ്രപഞ്ചമുണ്ടായിരുന്നില്ല. മാത്രമല്ല ജനന മരണ പ്രവാഹമായിരിക്കുന്ന സംസാര ബന്ധവും മോക്ഷവും ഉണ്ടായിരുന്നില്ല. അതുമല്ല രാപകലുകളുമില്ലായിരുന്നു. അന്ന് ലീലാ ശരീരം പോലും സ്വീകരിക്കാത്ത അങ്ങ് സച്ചിദാനന്ദ സ്വരൂപനായിട്ട് ശേഷിച്ചു പോലും. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പുള്ള അവസ്ഥ വേദങ്ങളിൽ ഇപ്രകാരമാണ് വർണ്ണിക്കപ്പെടുന്നത്. അങ്ങ് ചില്ലീലാരതിയെ, അതായത് യോഗനിദ്രയെ പ്രാപിച്ചിരിക്കുന്ന അവസരത്തിൽ സത്വരജസ്തമോ ഗുണങ്ങളും അവയെ ക്ഷോഭിപ്പിക്കുന്ന കാലവും ജീവകോടികളുടെ പുണ്യവും പാപവും പ്രപഞ്ചകാര്യങ്ങളും എല്ലാം അങ്ങയിൽ ലയിച്ചിരുന്നു. കാരണസ്വരൂപത്തോടുകൂടി അങ്ങയിൽ ലയത്തെ പ്രാപിച്ചിരുന്ന അവയ്ക്ക് അത്യന്താഭാവത്തെ വേദങ്ങൾ പറയുന്നില്ല. അവ അങ്ങയിൽ ലയിച്ച് കിടക്കാതെ അത്യന്ത അഭാവങ്ങളായി തന്നെ ഇരുന്നുവെങ്കിൽ സൃഷ്ടി സമയത്ത് ആകാശകുസുമ സദൃശങ്ങളായിരിക്കുന്ന ആ കാലാദികൾ എങ്ങനെ ഉത്ഭവിക്കും? ഇങ്ങനെ സകലവും ബ്രഹ്മത്തിൽ തന്നെ ലയിച്ചിരിക്കുന്ന അവസ്ഥയിൽ രണ്ട് പരാർത്ഥം കഴിഞ്ഞപ്പോൾ, ഇനി പരാർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് എന്താണെന്നും കൂടി പറഞ്ഞു പോവാം. രണ്ട് പരാർത്ഥം. ബ്രഹ്മാവിൻ്റെ ജീവിതകാലം, ബ്രഹ്മാവിൻ്റെ ആയുസ് ഒരായുസ്സാണ്. എല്ലാവർക്കും ആയുസ്സുണ്ട്. ബ്രഹ്മാവിനും
ഇത്ര വർഷം അങ്ങനെയുണ്ട്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരായുസിനെയാണ് ഇവിടെ പരാർത്ഥം എന്ന് പറയുന്നത്. 2 പരാർത്ഥം, അതായത് 360 മനുഷ്യ വർഷങ്ങളാണ് ദേവന്മാരുടെ ഒരു വർഷം. അപ്പം 12,000 ദേവവർഷങ്ങളാണ് ഒരു ചതുർയുഗം. ചതുർയുഗം എന്ന് പറഞ്ഞാൽ ഇത് എന്താ പറയുക, കൃതായുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, 4 യുഗങ്ങൾ. ഇത് 4ഉം കൂടെ ചേരുന്നതാണ് 12,000 ദേവവർഷങ്ങൾ ചേരുമ്പോഴാണ് ഒരു ചതുർയുഗം ഉണ്ടാകുന്നത്. ഇനി ആ 2000 ചതുർയുഗങ്ങൾ ചേരുന്നതാണ് ഒരു ബ്രഹ്മദിനം. അതായത് 360 ബ്രഹ്മദിനം കൂടുന്നതാണ് ഒരു ബ്രഹ്മവർഷം. അപ്പം 2000 ചതുർയുഗങ്ങൾ ചേരുന്നത് ഒരു ബ്രഹ്മദിനവും 360 ബ്രഹ്മദിനങ്ങൾ, ദേവവർഷങ്ങൾ 360 ബ്രഹ്മദിനങ്ങൾ ചേരുന്നത് ഒരു ബ്രഹ്മവർഷവും. ഇനി 50 ബ്രഹ്മവർഷങ്ങൾ ചേരുന്നത് ഒരു പരാർത്ഥം. 2 പരാർത്ഥങ്ങൾ ഒരു ബ്രഹ്മായുസ്. 2 പരാർത്ഥം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 50 ബ്രഹ്മവർഷങ്ങളാണ് ഒരു പരാർത്ഥം. അപ്പം 2 പരാർത്ഥങ്ങളാവുമ്പോഴോ 100 ബ്രഹ്മവർഷങ്ങൾ. അപ്പം ഒരു ബ്രഹ്മ ആയുസ് എന്നിവിടെ പറഞ്ഞു. അതാണ് 2 പരാർത്ഥം എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ ബ്രഹ്മസ്വരൂപിയായിരിക്കുന്ന ഭഗവാൻ സൃഷ്ടിക്കാനുള്ള ആഗ്രഹത്തോടുകൂടി ഭഗവാൻ സങ്കല്പിച്ചു എന്നും ഒക്കെ നമ്മൾ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇത് പറയുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കുക. അപ്പോൾ സൃഷ്ടിക്കാനുള്ള ആഗ്രഹത്തോടുകൂടി മായയെ മെല്ലെ ഉണർത്തി, അല്ലേ? മെല്ലെ കടാക്ഷിച്ചു. ഭഗവാൻ ഒന്ന് നോക്കുമ്പോൾ അറിയാം നോട്ടത്തിൻ്റെ അർത്ഥം എന്താണെന്ന് എല്ലാവർക്കും. അപ്പോൾ മായ സ്വയം ബ്രഹ്മത്തിൽ നിന്നും വേറെയോ എന്ന് തോന്നുന്നത് പോലെ ത്രൈലോക്യ സ്വരൂപിയായി തീരാനായി ചലിച്ചു. ഒരു ചെറിയ ഇളക്കം ഉണ്ടായി. അപ്പോൾ ആ മായയിൽ നിന്നും ഈശ്വരൻ്റെ കാലശക്തിയും എല്ലാ ജീവകോടികളുടെയും സുഹൃതങ്ങളും ദുഷ്കൃതങ്ങളുമായ വാസനകളും ഉത്ഭവിച്ചു. അതിനുശേഷം ആ കാലശക്തിയാദികൾ ത്രിഗുണങ്ങളുടെ സാമ്യാവസ്ഥയെ വേർപെടുത്തി മായയുടെ പ്രപഞ്ച സൃഷ്ടിയിൽ സഹായിച്ചു. മായയുടെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഭഗവാൻ ശരീരപ്രകാശം കൂടാതെ സർവത്തെയും പ്രകാശിപ്പിക്കുക നിമിത്തം സർവസാക്ഷി എന്ന് വേദങ്ങളിൽ പറയപ്പെടുന്നു. മായാകാര്യങ്ങൾ, അതായത് മായയെ കൊണ്ടെല്ലാം ചെയ്യിപ്പിച്ചുകൊണ്ട് ഭഗവാൻ മാറിയിരുന്ന് നോക്കി കണ്ടു എന്നർത്ഥം. അതുകൊണ്ട് ഭഗവാന് സാക്ഷി എന്ന് പേരും വന്നു, സർവസാക്ഷി എന്ന്. എത്ര ഉപാധികളുണ്ടോ അത്രയുമായിട്ട് ആത്മാവിനെ വിഭാഗം ചെയ്ത് പ്രതിബിംബരൂപേണ പ്രവേശിച്ച് അഹം എന്ന അഭിമാനത്തോടെ ഇരിക്കുന്ന ജീവാത്മാവും അങ്ങ് തന്നെ ആകുന്നു. അപ്പം കാലകർമ്മ സ്വഭാവങ്ങളാൽ ചലിപ്പിക്കപ്പെട്ടിരുന്ന മായ അങ്ങയാൽ പ്രേരിതനായിട്ട് സ്വയം മഹാൻ എന്ന ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചു. ആ മഹത്തത്വം ഉണ്ടായി എന്നർത്ഥം. താനേ തന്നെ സത്വരജസ്തമോ ഗുണമയമാണെങ്കിലും ഈ മഹത്തത്വം മായാകാര്യങ്ങളിൽ വെച്ച് സത്വപ്രധാനാവുന്നു. അപ്പം ഈ ജീവാത്മാവിൽ ഭേദബോധത്തോടു കൂടാത്ത ഞാൻ എന്ന ജ്ഞാനത്തെ കൊടുക്കുന്നതാകുന്നു ഇത്. അപ്പം അതുവരെ അതിൽ മായ കാര്യങ്ങളിൽ വെച്ച് സത്വപ്രധാനാകുന്നു. ആ ജീവാത്മാവിൽ ഭേദബോധത്തോട് കൂടാത്ത ഞാൻ എന്ന ജ്ഞാനത്തെ കൊടുക്കുന്നു. അല്ലയോ വിഷ്ണു, അങ്ങയുടെ പ്രേരണ നിമിത്തം ജീവാത്മാവിൽ മനുഷ്യത്വാദി വിശേഷ ജ്ഞാനത്തെ ഉണ്ടാക്കുന്ന അഹന്തത്വത്തെ സൃഷ്ടിച്ചു. ഇതാകട്ടെ സത്വരജസ്തമോ ഗുണങ്ങളാൽ പരിപൂർണമാകുന്നു, എങ്കിലും ഏറ്റവും തമപ്രധാനമാകുന്നു. ഈ അഹന്തത്വം അഥവാ അഹങ്കാരം സ്വാത്വികം, രാജസം, താമസം എന്ന 3 അവസ്ഥയെ പ്രാപിച്ചു. അഹങ്കാരതത്വം 3ആയിട്ട് പിരിഞ്ഞു. സ്വാത്വിക അഹങ്കാരം, രാജസ അഹങ്കാരം, താമസ അഹങ്കാരം എന്നിങ്ങനെ. അപ്പം സ്വാത്വിക അഹങ്കാര സ്വരൂപം കൊണ്ട് ഇന്ദ്രിയാധിഷ്ഠാനഭൂതന്മാരായിരിക്കുന്ന ദേവതകളെ സൃഷ്ടിച്ചു. പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളായ ദിക്ക്, വായു, സൂര്യൻ, വരുണൻ, അശ്വിനി ദേവതകൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ അധിഷ്ഠാന ദേവതകളായ അഗ്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, പ്രജാപതി, അന്ധക്കരണ അധിഷ്ഠാന ദേവതകളാകുന്ന ചന്ദ്രൻ, ബ്രഹ്മാവ്,
ശ്രീരുദ്രൻ, ക്ഷേത്രജ്ഞൻ എന്നിവരാണിവർ. ഇത് നമ്മൾ വിശദീകരിച്ച് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ദിക്ക്, വായു, അർക്കൻ, വരുണൻ, അശ്വിനി ദേവകൾ എന്നിവർ ക്രമത്തിൽ ചെവി, ത്വക്ക്, കണ്ണ്, നാക്ക്, മൂക്ക് എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളാകുന്നു. ജീവൻ, ദിക്ക് ആദിയായ ദേവതകളാൽ പ്രേരിതങ്ങളായിരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ശബ്ദാദി വിഷയങ്ങളെ അനുഭവിക്കുന്നു. ഇപ്രകാരം വന്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, പ്രജാപതി ഇവരാൽ പ്രേരിതങ്ങളായിരിക്കുന്ന വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം എന്നീ കർമ്മേന്ദ്രിയങ്ങളോടുകൂടി വചനം, ആദാനം, ഗമനം, പുരുഷോത്സർജനം എന്ന് പറഞ്ഞാൽ ആനന്ദം ഇവയെ അനുഭവിക്കുന്നു. ഇപ്രകാരം തന്നെ ചന്ദ്രൻ, ബ്രഹ്മാവ്, ശിവൻ, ക്ഷേത്രജ്ഞൻ ഇവരാൽ പ്രേരിതങ്ങളായിരിക്കുന്ന മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം ഇങ്ങനെയുള്ള അന്ധകരണ വൃത്തികളെ കൊണ്ട് സങ്കല്പം, നിശ്ചയം, ശരീരാഭിമാനം, ധാരണ ഇവയെ അനുഭവിക്കുന്നു. അല്ലയോ വിഭുവായിരിക്കുന്ന പ്രഭു, വിഭു എന്ന് പറഞ്ഞാൽ സർവവ്യാപി, അല്ലയോ സർവവ്യാപിയായിരിക്കുന്ന ഭഗവാനെ, അങ്ങയുടെ പ്രേരണ നിമിത്തം സ്വാത്വിക അഹങ്കാരം തന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവയോട് ചേർന്നിരിക്കുന്ന ചിത്തവൃത്തിയോടുകൂടിയ സത്വപ്രധാനമായ അന്ധകരണത്തെ സൃഷ്ടിച്ചു. രാജസ അഹങ്കാരത്തിൽ നിന്ന് 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും 5 കർമ്മേന്ദ്രിയങ്ങളെയും സൃഷ്ടിച്ചു. അല്ലയോ ഗുരുവായൂരപ്പ, ആ അഹങ്കാരത്തിൻ്റെ താമസ അംശത്തിൽ നിന്നും അങ്ങയുടെ പ്രേരണയാൽ ആകാശത്തിൻ്റെ സൂക്ഷ്മാംശമായിരിക്കുന്ന ശബ്ദമുണ്ടായി. അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ, അങ്ങ് അനന്തരം ശബ്ദത്തിൽ നിന്ന് ആകാശത്തെയും അതിൽ നിന്ന് സ്പർശത്തെയും അതിൽ നിന്ന് വായുവിനെയും അതിൽ നിന്ന് രൂപത്തെയും, അതായത് ശബ്ദത്തിൽ നിന്ന് ആകാശത്തെയും ആകാശത്തിൽ നിന്ന് സ്പർശത്തെയും സ്പർശത്തിൽ നിന്ന് വായുവിനെയും വായുവിൽ നിന്ന് രൂപത്തെയും രൂപത്തിൽ നിന്ന് തേജസ്സിനെയും തേജസ്സിൽ നിന്ന് രസത്തെയും രസത്തിൽ നിന്ന് ജലത്തെയും ജലത്തിൽ നിന്ന് ഗന്ധത്തെയും അതിൽ നിന്ന് ഭൂമിയെയും സൃഷ്ടിച്ചു. ഇപ്രകാരം ആദ്യമാദ്യം സൃഷ്ടിച്ചതിൻ്റെ ബന്ധഹേതുവായി ശബ്ദാദി ധർമാന്വിതമായിരിക്കുന്ന ഈ ഭൂത സമൂഹത്തെ, അല്ലയോ ലക്ഷ്മീപതേ, അവിടുന്ന് താമസ അഹങ്കാരത്തിൽ നിന്നും പ്രകാശിപ്പിച്ചു. ഈ ഭൂതഗണങ്ങൾ, ഇന്ദ്രിയഗണങ്ങൾ, ഇന്ദ്രിയാധിഷ്ഠാന ദേവന്മാരും ജാതരായി എങ്കിലും വെവ്വേറെ നിന്നപ്പോൾ അവർ ബ്രഹ്മാണ്ഡ നിർമ്മാണത്തിൻ്റെ വ്യാപാരത്തിൽ അശക്തരായിരുന്നു. തത്സമയം ഈ ദേവന്മാരാൽ വിവിധ സങ്കീർത്തനങ്ങളാൽ സ്തുതിക്കപ്പെട്ടവനായ അങ്ങ് അവരുടെ ഉള്ളിൽ പ്രവേശിച്ച് ക്രിയാശക്തിയെ സൃഷ്ടിക്കുകയും എല്ലാറ്റിനെയും ഗുണപ്രധാന ഭാഗത്തോട് കൂട്ടിയിണക്കി ഹിരൺമയമായ ബ്രഹ്മാണ്ഡത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. ഹിരൺമയം എന്ന് പറഞ്ഞാൽ സ്വർണ്ണമയമായത്. ആ അണ്ഡമാകട്ടെ പൂർവസൃഷ്ടമായ ആവരണ ജലത്തിൽ തന്നെ 1000 സംവത്സരം സ്ഥിതി ചെയ്തു. അതിനുശേഷം അങ്ങ് സ്വാംശം കൊണ്ട് അതിൻ്റെ അന്തർഭാഗത്തെ പ്രവേശിച്ചിട്ട് വിവിധ പ്രകാരത്തിൽ വിഭജിച്ച് 14 ലോകസ്വരൂപമായതും അതിശോഭയോടുകൂടിയതിനാൽ വിരാട് എന്ന് പേരുള്ളതുമായ സ്വശരീരമാക്കി മാറ്റി. അനന്തരം സഹസ്രങ്ങളായ കരങ്ങളുടെയും പാദങ്ങളുടെയും മൂർധാവുകളുടെയും സമൂഹങ്ങളോടുകൂടി സമസ്ത ചരാചര പ്രപഞ്ചങ്ങളുടെയും സമഷ്ടി ജീവനാകുന്ന ആത്മാവോടുകൂടിയവനായി ഹിരണ്യഗർഭനായി ശോഭിച്ചു. അപ്രകാരമെല്ലാം ഇരിക്കുന്ന അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് എന്നെ സകല ദുഃഖങ്ങളിൽ നിന്നും രക്ഷിച്ചാലും എന്ന് മുഴുവൻ അർത്ഥം. ഒരു ചെറിയ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഈ വിരാട് പുരുഷൻ്റെ ഇത് മനസ്സിലാവും. അതായത് ഒരു വിത്ത്, ഏതെങ്കിലും മരങ്ങളിൽ നിന്ന് വീഴുന്ന വിത്ത്, ആ വിത്ത് മുളയ്ക്കുന്നു അല്ലേ, മുളയ്ക്കുന്നുണ്ട്. ആ മുളച്ച് കഴിഞ്ഞ് അതിൽ നിന്ന് വലിയ വലിയ ഇലകളും പിന്നെ കമ്പുകളും
പിന്നെ അതിൽ നിന്ന് പൂവ് കായ എല്ലാം ഉണ്ടായി ഒരു വലിയ വൃക്ഷമായി. വീണ്ടും അതിൽ നിന്ന് ആ കായിൽ നിന്ന് വിത്തുണ്ടാകുന്ന എങ്ങനെയാണോ അതേപോലെയാണ് പ്രപഞ്ച സൃഷ്ടി അല്ലെങ്കിൽ വിരാട് പുരുഷോൽപത്തി. ഇപ്പം ഏകദേശം ചെറുതായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആ അങ്കുരം എന്ന് പറഞ്ഞാൽ മുള, വിത്തിൽ നിന്ന് മുള ആദ്യം ഒരു ചെറിയ മുള വരും. ആ മുളയ്ക്ക് കമ്പുകളും ശാഖകളൊന്നുമില്ല. പിന്നെ അത് വലുതായി അതിൽ നിന്ന് ഇലകൾ വരും. ഇല വന്നു കഴിഞ്ഞ് പിന്നെ അതിൽ നിന്ന് കമ്പുകൾ വരും. കമ്പുകൾ വന്നു കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ശിഖരങ്ങൾ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. പിന്നെ അതിൽ നിന്ന് കായും പൂവും എല്ലാം ഉണ്ടാവും അല്ലേ. അങ്ങനെയാണ് ഈ പ്രപഞ്ച സൃഷ്ടി എന്നാണ് പറഞ്ഞത്. ഇനി ധ്രുവൻ്റെ സ്തുതി ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ. ധ്രുവൻ്റെ സ്തുതിയുണ്ട് ഭാഗവതത്തിൽ 3-ാം സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 39 മുതൽ 51 വരെയുള്ള ശ്ലോകങ്ങളിൽ ആ ധ്രുവസ്തുതി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ആദ്യം പറഞ്ഞ ബുക്കില്ല, അതുകൊണ്ട് ഇവിടെ ഒരു ബുക്കിൽ ആ സ്തുതി ഉണ്ട്. അത് എത്ര നന്നായിട്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പഠിച്ച ബുക്കൊന്നുമല്ല, വേറെ ഏതോ ഒരു ബുക്കാണ്. അപ്പം ഞാനതൊന്ന് വായിച്ചു തരാം. ആ ധ്രുവസ്തുതി ഒന്ന് വായിക്കാം. ദേവാഊചോ നമാമതേ ദേവപദാരവിന്ദം പ്രപന്നതാപോപശമാതപത്രം യന്മൂലകേതായതയോജ്ഞസൂരു സംസാരദുഃഖം ബഹുരുക്ഷിപന്തി. 1-ാമത്തെ ശ്ലോകമാണ്. നനാമ വയം നനാമ തേ ദേവ എന്ന്. ഏത് ദേവന്മാരെയാണ് പറഞ്ഞത്? 10 ഇന്ദ്രിയങ്ങൾ, 5 തന്മാത്രകൾ, 5 ഭൂതങ്ങൾ, 4 പുരുഷാർത്ഥങ്ങൾ. അർത്ഥം പറയാൻ നിൽക്കില്ല, ഞാൻ വായിച്ചു വിടാം. ധാതര്യതസ്മിൻ ഭവൈശ ജീവാ താപത്രയേണോപഗതാന ചർമ്മ ആത്മം ലഭന്തേ ഭഗവം തവാംഘ്രിച്ഛായാം സവിദ്യാമതമാശ്രയേമാം മാർഗന്ധിയത്തെ മുഖപത്മനീടൈ ഛന്ദസുവർണൈർഋഷയോ വിവിക്തേ യസ്യാഖമർഷോദസരിദ്വരായാഃ പദം പദം തീർത്ഥപദപ്രപന്നാഃ യശ്രദ്ധയാ ശ്രുതവത്യാ ച ഭക്ത്യാ സംമൃജ്യമാനേ ഹൃദയേ വധായാം ജ്ഞാനേന വൈരാഗ്യബലേന ധീരാ വ്രജേമ തത്തേംഘ്രിസരോജപീഠം വിശ്വസ്യ ജന്മസ്ഥിതി സംയമാർത്ഥേ കൃതാവതാരസ്യ പദാംബുജം തേ വ്രജേമ സർവേ ശരണം യദീശ സ്മൃതം പ്രയച്ഛത്യഭയം സ്വപുംസാം യത്സ്വാനുബന്ധേ സതി ദേഹഗേഹേ മമാഹമിത്യൂഢദുരാഗ്രഹാണാം പുംസാം സുദൂരം വസതോ വിപുര്യാം ഭജേമ തത്തേ ഭഗവൻ പദാബ്ജം താൻ വൈഹി അസദ്വൃത്തിഭിരക്ഷിവീര്യേ പരാഹൃതാം ധർമ്മനസഃ പരേശ അഥോ ന പശ്യന്തുരുഗായ നൂനം ഏതേ പദന്യാസവിലാസലക്ഷ്മ്യാഃ പാനേന തേ ദേവകഥാസുധായാഃ പ്രവൃത്തഭക്ത്യാ വിശദാശയായേ വൈരാഗ്യസാരം പ്രതിലേഭ്യബോധം യഥാഞ്ജസാന്യൂരു വൈകുണ്ഠിതഷ്ണ്യം യഥാഞ്ജസാ അന്യീയുരകുണ്ഠിതഷ്ണ്യം തഥാ പരേ ചാത്മസമാധിയോഗബലേന ജിത്വാ പ്രകൃതിം ബലിഷ്ഠാം ത്വാമേവ ധീരാ പുരുഷം വിശന്തി തേഷാം ശ്രമസ്യാന്നതു ദേവയാതേ തത്തേ വയം ലോകശുശ്രൂഷയാദ്യത്വയാനുസൃഷ്ടാസ്ത്രിഭിരാത്മവിസ്മാ സർവേ വിയുക്താ സുവിഹാരതന്ത്രം ന ശക്നുമസ്തപ്രതിഹർത്തവേതേ യാവദ്ബലിം തേജഹരാമകാലേ യഥാ വയം ചാന്നമദാമ യത്ര യഥോഭയേഷാം തൈമേ ഹി ലോകാ ബലിം ഹരന്തോന്നമദന്ത്യനൂഹാഃ
യഥോഭയേഷാം തൈമേ ഹി ലോകാ ബലിം ഹരന്തോന്നമദന്ത്യനോഹ ത്വം നസുരാണാമസി സാന്വയാനാം കൂടസ്ഥ ആദ്യപുരുഷപുരാണകാം ത്വം ദേവശക്ത്യാം ഗുണകർമ്മയോനൗ രേതസ്ത്വജായാം കവിമാദതേജഃ അതോ വയം സത്പ്രമുഖാ യദർത്ഥേ ബഭൂവിമാത്മൻ കരവാമ കിം തേ ത്വം ന സ്വചക്ഷുഃ പരിദേഹി ശക്ത്യാ ദേവക്രിയാർത്ഥേ യദനുഗ്രഹാണാം. അങ്ങ് ആദ്യമായുണ്ടായവനും കൂടം പോലെയുള്ള പുരുഷനുമായിരുന്നു. പിന്നെ അന്വയങ്ങളോട് കൂടിയവനായി ജനിച്ചു. പിന്നെ ഇങ്ങനെ ഓരോ ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവൻ ഒന്നും കൂടി ലാസ്റ്റ് ശ്ലോകം ഒന്നും കൂടി വായിക്കാം. അങ്ങയുടെ ശക്തി കൊണ്ട് അങ്ങ് അനുഗ്രഹിച്ചാൽ തതോ വയം സത്പ്രമുഖായദർത്ഥേ ബഭൂവിമാത്മൻ കരവാമ കിം തേ ത്വം ന സ്വചക്ഷുഃ പരിദേഹിത ശക്ത്യാ ദേവക്രിയാർത്ഥേ യദനുഗ്രഹാണാം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ വിദുരോദ്ധവ സംവാദേ പഞ്ചമോധ്യായഃ. ഇതായിരുന്നു സ്തുതി. 39 മുതൽ 51 വരെയുള്ള ശ്ലോകങ്ങൾ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു ധ്രുവൻ. ഈ സ്തുതി എന്നും ചൊല്ലുന്നതും നല്ലതാണ്. നല്ലൊരു സ്തുതിയാണ്. എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം. പൗർണമി, ജന്മദിനങ്ങൾ ഒക്കെ വരുമ്പം ചൊല്ലിയാൽ വളരെ നല്ലതാണ്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഹരിയും നാരായണ സ്വാമി.